ഹായ് ഓൾ, എല്ലാവർക്കും സുഖമല്ലേ? പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ കിച്ചൺ കണ്ടോ? ഇത് രാവിലത്തെ ഒരു അംഗത്തിന് ശേഷമുള്ള കിച്ചൻ്റെ വ്യൂ ആണ്. ഇതെല്ലാം പതിയെ ക്ലീൻ ചെയ്യണം. രാവിലെ എല്ലാവരും പോയതിന് ശേഷമാണ് ഞാൻ ചായ കുടിക്കുന്നത്. കുറച്ച് റിലാക്സ് ആയിട്ടിരുന്ന് കുറച്ച് സമയമൊക്കെ നല്ലൊരു പാട്ട് കേട്ടാണ് ചായ കുടിക്കുന്നത്. അപ്പോൾ ഇന്ന് കുറച്ച് ബഡ്ജറ്റ് പ്ലാനിങ് ആയാലോ? നമ്മളെല്ലാ മാസവും വിചാരിക്കും ഈ മാസമെങ്കിലും കുറച്ച് സാലറി കിട്ടുമ്പം കുറച്ച് സേവ് ചെയ്യണമെന്ന്. പക്ഷെ നടക്കുമോ ഇല്ല. നിങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ട് നടക്കാറുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മൾ മാസം തുടങ്ങുമ്പോൾ സാലറി കൈ കിട്ടുമല്ലോ. അപ്പോൾ എല്ലാം മനസ്സിൽ ഇങ്ങനെ കണക്കൂട്ടി വെക്കും, ലാസ്റ്റ് ഇത്ര പൈസ സേവ് ചെയ്യണമെന്നൊക്കെ. പക്ഷേ മാസാവസാനം ആകുമ്പം കയ്യിലും പേഴ്സിലും ഒന്നും കാണില്ല, അക്കൗണ്ടിലും കാണില്ല. പക്ഷേ എവിടെ പോയാൽ നമുക്കൊരു പിടുത്തവും കിട്ടുകയില്ല. നമ്മുടെ ശമ്പളത്തിൻ്റെ ഒരു 50% നമ്മുടെ അത്യാവശ്യങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കണം. അതിൽ ഒരു 30% നമ്മുടെ ആവശ്യങ്ങളുണ്ടല്ലോ അതിന് വേണ്ടിയിട്ട്. പിന്നെ പിന്നെ ഒരു 20% നമുക്ക് സേവ് ചെയ്യാൻ പറ്റും അതിനകത്ത് നിന്ന്. അങ്ങനെ ഒരു കണക്കൂട്ടിലാണെങ്കിൽ നമുക്ക് കുറേയൊക്കെ നമുക്ക് മാസാവസാനം കുറച്ച് നമ്മുടെ കയ്യിൽ മിച്ചം പിടിക്കാൻ പറ്റും. കുളിയും പ്രാർത്ഥനയും കഴിഞ്ഞു. ഇനിയും ദോശ ഉണ്ടാക്കി കഴിക്കണം. പിന്നെ സോറി, ഞാൻ ടോപ്പിക്കിൽ നിന്ന് മാറിപ്പോയല്ലോ അല്ലേ. അപ്പോൾ നമ്മുടെ നീഡ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അത്യാവശ്യങ്ങൾ എന്ന് വെച്ചാൽ നമുക്ക് ഒരു തരത്തിൽ നമുക്ക് ആവശ്യങ്ങൾ അതിൽ പെട്ടെന്ന് നമ്മൾ വിചാരിക്കാതെ കുറച്ച് ചിലവുകൾ വരുമല്ലോ. ഇപ്പോൾ ഒരു കല്യാണം വന്നു, അല്ലെങ്കിൽ ഒരു പാല് കാച്ച് വന്നു, ഒരു ബർത്ത്ഡേ ഫങ്ഷൻ. ഈ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരു 30% നമ്മുടെ ശമ്പളത്തിൽ നിന്ന് മാറ്റി വെക്കണം. പിന്നെ വേറൊരു കാര്യം, നമ്മൾ ഈ ഗ്രോസറി ഷോപ്പിങ്ങിന് പോകുമല്ലോ. അപ്പം നമ്മൾ എല്ലാം ചെക്ക് ചെയ്യണം, വീട്ടിൽ എന്തൊക്കെ സാധനം ഇരിപ്പുണ്ട്, എന്തൊക്കെ കഴിഞ്ഞു. അതിൻ്റെ പ്രോപ്പർ ലിസ്റ്റ് ഉണ്ടാക്കി പോവുകയാണെങ്കിൽ നമുക്ക് വാരി വലിച്ച് എല്ലാം എടുക്കേണ്ടി വരില്ല. ഇപ്പം തൊമര, പിന്നെ പരിപ്പ്, ഇതൊക്കെ പിന്നെ എക്സ്ട്രാ മേടിച്ച് വെക്കും തോറും പഴയിരുന്നത് പൂത്തല്ലേ ഉള്ളൂ. അപ്പോൾ പിന്നെ അത് തീരുന്നതനുസരിച്ച് വാങ്ങിച്ചാൽ മതി. ഒരു പ്രോപ്പർ ലിസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ട് പോവുകയാണെങ്കിൽ അത് ഭയങ്കര യൂസ്ഫുള്ളായിരിക്കും. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കഴിക്കാൻ എടുക്കുന്നുണ്ട്. അപ്പം ഇന്ന് കഴിക്കാൻ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും ചമ്മന്തിയാണ്. അപ്പോൾ ഒരു 3 ദോശ എടുത്തു. അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഷോപ്പിങ്ങിനൊക്കെ സൂപ്പർ മാർക്കറ്റിൽ പോകുന്നവർ അവിടെയൊക്കെ ഒത്തിരി ഓർഗനൈസേഴ്സൊക്കെ ഇങ്ങനെ ഡിസ്പ്ലേക്ക് വെച്ചിരിക്കും. അപ്പോൾ കണ്ടാൽ നമുക്കൊന്ന് വാങ്ങാൻ തോന്നും. അതുകൊണ്ടാണ് അവരെല്ലാം ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ വരും, വാങ്ങണോ വേണ്ടയോ, ഒരു കൺഫ്യൂഷനായിരിക്കും. അപ്പം എടുത്തിയാടി അതൊന്നും വാങ്ങാൻ പോകല്ല്. ഇപ്പം നമുക്ക് കൺഫ്യൂഷനൊന്നും ഇല്ല. അത് വാങ്ങി അത് എൻ്റെ ആവശ്യമുണ്ട് തോന്നുവാണെങ്കിൽ വാങ്ങാം. അല്ലെങ്കിൽ അതിനെപ്പറ്റി വീട്ടിൽ വന്നിട്ട് ഒരു 2-3 ദിവസം അതിനെപ്പറ്റി ചിന്തിക്കാതെ ഇരിക്കുക. പിന്നെ നമുക്കതിൻ്റെ ആവശ്യം തോന്നുവാണ്, ഇപ്പം അതുണ്ടായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടി വീട് അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റും എന്നൊരു തോന്നലുണ്ടെങ്കിൽ നമുക്കത് വാങ്ങാം. അല്ല വെറുതെ നമ്മളത് വാങ്ങിയിട്ട് സ്പേസും അത്രയും സ്ഥലവും കുറയും. പിന്നെ വെറുതെ പൈസ കളഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എനിക്ക് തോന്നുന്നത് നമ്മൾ കുറേയൊക്കെ ഇങ്ങനെ ചിന്തിച്ചിട്ടൊക്കെ ഇങ്ങനെ കുറേയൊക്കെ പ്ലാൻ ചെയ്തിട്ട് ചെയ്യുവാണെങ്കിൽ മാസാവസാനം നമുക്ക് കുറച്ച്, ഒത്തിരി ഇല്ലെങ്കിലും കുറച്ചൊരു എമൗണ്ടിൽ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും.